കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലും മണ്ണിടിച്ചിൽ. പള്ളിവാസൽ മൂലക്കടയിലാണ് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ഭാഗത്തേക്ക് പതിച്ചത്. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. പാതയിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. സുബിനിലേക്ക് എത്താം നമുക്ക്. എന്തായാലും നേരത്തെ അടിമാലിക്ക് പിന്നാലെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ആ പരിസരത്ത് നൽകിയതുമാണ്. കുടുംബങ്ങളെ അടക്കം മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ പള്ളിവാസലിലും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. മൂലക്കടയിലാണ് ദേശീയപാതയുടെ ഒരു ഭാഗം ഇത്തരത്തിൽ ഇടിഞ്ഞ് താഴ്ഭാഗത്തേക്ക് പതിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 10:30ഓടെയായിരുന്നു സംഭവമുണ്ടായത്. പാതയിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. സുബിൻ പറയൂ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പാതയിൽ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മണ്ണിടിച്ച് വലിയ രീതിയിലുള്ള ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പള്ളിവാസൽ മേഖലയിൽ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ദേശീയപാതയുടെ മുകൾ ഭാഗത്തു നിന്നായി മണ്ണൊന്നാകി കഴിഞ്ഞ താഴെ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ദേശീയപാതയുടെ ഒരു ഭാഗം പൂർണ്ണമായും താഴേക്ക് ഗതാഗതം ഇപ്പോൾ മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ പാതയിലുള്ള ഗതാഗതം രാത്രികാല നിരോധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് പറഞ്ഞ വലിയൊരു ദുരന്തമാണ് ഒഴിവായി പോയത്. ആശ്വാസകരമായ കാര്യമാണ്. അതായത് ഇന്നലെ രാത്രി പകൽ മേഖലകളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മേഖലയിൽ അധികം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.